നിതിൻ നായർ രചിച്ച ചെറുകഥകളുടെ സമാഹാരമടങ്ങിയ പുസ്തകത്തിന്റെ പ്രകാശനം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് നിർവഹിച്ചു. തിരുവനന്തപുരം ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആദ്യ പ്രതി ഏറ്റുവാങ്ങി. നിർമ്മാതാവും ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ, മേനക സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനും നിർമ്മാതാവുമായ ജി സുരേഷ് കുമാറിന്റെ മകൾ രേവതിയുടെ ഭർത്താവ് നിതിൻ നായർ രചിച്ച ഹാങ് ഓൺ പെയിൻ എൻഡ്സ് ഹോപ്പ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. തിരുവനന്തപുരം ഭാരത് ഭവനിൽ നടന്ന ചടങ്ങിൽ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് പുസ്തകം പ്രകാശനം ചെയ്തു. പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് പറഞ്ഞു. ഇന്നത്തെ ഈ ചടങ്ങിൽ ഭാഗഭാക്കാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുമ്പോൾ അതൊരു ഹോപ്പിൻ്റെ കൺക്ലൂഷൻ ആണല്ലോ. ഒരു പുസ്തകം എഴുതി വെളിയിലേക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കൺക്ലൂഷൻ ഓഫ് സം ഹോപ്പ് സംവെയർ. അപ്പോൾ അതും ഒരു സന്തോഷം, അതിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുസ്തകം ഏറ്റുവാങ്ങി. സ്വന്തം കുടുംബത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി പ്രതികരിച്ചു. ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ വന്ന് പങ്കെടുത്ത് സംസാരിക്കുന്ന ഒരു മൂഡിലേ അല്ല ഇന്നത്തെ ദിവസം എനിക്ക് തുടങ്ങിയിരിക്കുന്നത്. തന്നെ എല്ലാം കുടുംബപരമായ ചടങ്ങുകളിലാണ് കാലത്ത് 9 മണി മുതൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം അയലൊക്കവുമാണ്. നിർമ്മാതാവും ജനം TV എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജി സുരേഷ് കുമാർ, നടി മേനക സുരേഷ്, ഗ്രന്ഥകർത്താവ് നിതിൻ നായർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 3 ചെറുകഥകളുടെ സമാഹാരമാണ് ഹോപ്പ്. ചലച്ചിത്ര പ്രവർത്തകയായ രേവതി, ബാലു കിരിയത്ത്, മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.